الحمد لله رب العالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه الطيبين الطاهرين ومن تبعهم إلى الدين والعاقبة للمتقين فلا عدوان إلا على الظالمين. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബഹുമാനരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അത്തരം ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞ ആയത്താണ്. യൗമുദ്ദീൻ എന്താണ് എന്നാണ് നമ്മൾ വിശദീകരിച്ചത്. ഫാത്തിഹ സൂറത്തിന്റെ ഓരോ ആയത്തുകളും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന മറുപടിയെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറയും. മാലിക് യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും മജ്ജദനി അബ്ദി, എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു അടിമ എന്ന് പറയും. അതിനുശേഷം ആണ് നമ്മൾ പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അർത്ഥം നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന്. ഇവിടെ ചില ആളുകൾ ഇയ്യാക്ക് പകരം ഇയ്യാക എന്ന് പറയും. അത് ശ്രദ്ധിക്കണം. ഇയ്യാ ആണ് എല്ലാ ഭാഷയിലുള്ള നമുക്ക് വളരെ സുപരിചിതമായ ഒരു അക്ഷരമാണ് ഇയ്യാ. അതുകൊണ്ട് തെറ്റിക്കരുത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് നമ്മൾ പറയുമ്പോൾ അല്ലാഹു പറയും ഇതുവരെ നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അള്ളാഹുവിനെ പുകഴ്ത്തിയപ്പോൾ അള്ളാഹ്ക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ അള്ളാഹു അതിന് ഓരോന്നിനും മറുപടി പറഞ്ഞു. എന്താ മറുപടി? എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി, എന്നെ സ്തുതിച്ചു, എന്നെ മഹത്വപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അള്ളാഹു പറയുന്നൊരു വാക്ക് എപ്പോഴാണെന്നറിയോ? നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയാണ് ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്, ഒരു കരാറാണിത്. നോക്കണം, നമ്മൾ ശരിക്കും നോക്കണം. അള്ളാഹ് പറയാണ് ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലൊരു കരാറാണ്, ഒരു വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ വലിയ അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് അവൻ എന്ത് ചോദിച്ചോ അത് ഞാൻ അവന് കൊടുക്കുന്നതാണ്. അള്ളാഹ്ക്ക് അത്രമാത്രം ഇഷ്ടമായി നമ്മളിത് പറയുന്നതോടുകൂടെ. ദിവസവും 17 തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട, അള്ളാഹിനെ പുകഴ്ത്തി ഇനി നമുക്കെന്താണെന്ന് ചോദിച്ചില്ലേ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ ഹദീസിലൂടെ പറയുന്നത് തന്നെ ബൈന ഖസ്സംതു സ്വലാത്തി ബൈന വബൈന അബ്ദി, എനിക്കും എൻ്റെ അടിമക്കും ഇടയിൽ ഈ സ്വലാത്തിനെ ഞാൻ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് അള്ളാഹുവിന് മാത്രം, അതാണ് അള്ളാഹുവിനുള്ള പുകഴ്ത്തലുകൾ നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അത് ഒരു ഭാഗമാണ്. ഈ രണ്ടാമത്തെ ഭാഗം എൻ്റെ അടിമക്കുള്ളതാണ്. ഞാൻ ആ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. നമസ്കാരത്തിന് അല്ലെങ്കിൽ ഏത് സമയത്തായാലും ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതുമ്പോൾ രണ്ട് ഭാഗമുണ്ട്. അതിൽ ഒരു ഭാഗം അള്ളാഹുവിനാണ്. അത് നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തുകയും അള്ളാഹുവിനെ മദ്ഹ് ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ റബ്ബിനെ നമ്മൾ പുകഴ്ത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ ഉള്ളത്? ആ നമുക്കുള്ളതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. അതിൻ്റെ ഇടയിലുള്ള ഒരു കരാറാണിത്. എന്ത്? പടച്ച റബ്ബേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ. ഇത് പറയുമ്പോഴാണല്ലോ പറഞ്ഞത്, ഇതാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ളത് ബന്ധം. അള്ളാന്റെ അടിമയും തമ്മിലുള്ള ബന്ധമാണിത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കുന്നു. അപ്പൊ അള്ളാന്റെ ആ സന്തോഷവും അള്ളാഹു നമ്മോട് കാണിക്കുന്ന ഇഷ്ടവും എത്രയാണ്. അപ്പൊ ചെറിയൊരു കാര്യമല്ല ഈ ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹിനോട് ചോദിച്ചതോട് തരാൻ വേണ്ടി അള്ളാഹ് റെഡിയായി നിൽക്കാൻ, അള്ളാഹ് കരാറ് ചെയ്യാൻ, ഞാൻ തരാന്നുള്ളത്. എന്താ ഇത്രമാത്രം എന്ന് പറഞ്ഞതിലുള്ളത്? അതെ, അതൊരു വലിയ കാര്യം തന്നെയാണ്. ചില ആളുകളുണ്ടല്ലോ ഈ ആയത്തിന് അർത്ഥം പോലും മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഈ ആയത്തിന്റെ അർത്ഥം പോലും ചില ആൾക്കാർ മാറ്റി പറഞ്ഞു. എന്താ പറഞ്ഞത്? അള്ളാഹു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ചില ആൾക്കാർ പറഞ്ഞു. വേറെ ആൾക്കാർ പറഞ്ഞു, മലയാളത്തിൽ എഴുതിയ പരിഭാഷകളിലെ അർത്ഥമാണ് നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു, നിന്നെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കുതന്ത്രങ്ങളുടെ അർത്ഥം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ശരിയായ ഇസ്ലാമിൽ തെറ്റിച്ച് കളയാൻ വേണ്ടി പറയുന്നു. ചില ആൾക്കാർ ഈ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം തന്നെ പഠിക്കൽ നിർബന്ധമല്ല എന്ന് പറയുന്നു. എന്തേ കാരണം? ഈ ആയത്ത് അത്രമാത്രം ആശയം ഗാംഭീര്യമുള്ള ഇസ്ലാമിന്റെ അടിത്തറയെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ആയത്താണ് ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഭാഗം. ശരിക്കും ഇതിന്റെ അർത്ഥം എന്താ? അറബി ഭാഷ പടുക്കളായ ആളുകള്, ഭാഷ അറിയുന്ന ആളുകളൊക്കെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് അർത്ഥം കൊടുത്തവരാ. എന്താ കാരണം? ഈ ആയത്തിന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് നൽകുന്ന അർത്ഥം ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, നിന്നോടല്ലാതെ ഞങ്ങൾ ആരാധന അർപ്പിക്കില്ല, നിനക്കല്ലാതെ ഞങ്ങൾ ആരാധിക്കൂല, ആരാധനകൾ നിനക്ക് മാത്രമായിരിക്കും എന്നാണ്. ഇഹ്തിമാമി വൽ ഹസ്ർ എന്നാണ് അതിന് അറബി പറയാം. അപ്പോ ഇതിനർത്ഥം എന്താണ്? നിന്നോടല്ലാതെ ഞങ്ങൾ ആരാധിക്കൂല റബ്ബേ എന്നാണ് പറയാൻ. അതിനാണ് നമ്മൾ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുന്നത്. ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ ഹസ്ർ, മാത്രം എന്ന അർത്ഥം വരും എപ്പോ? അതിനുശേഷം പറയപ്പെടുന്ന ഒരു ഫിയാലിന്റെ മുമ്പായിട്ട് മഫ്ഊലായി ആയി വരുന്ന ഒരു കാര്യത്തിൽ ദമീർ മഫ്ഊലായി വരുമ്പോൾ എന്നൊക്കെ പറയാം. ഇത് ഭാഷാപരമായിട്ട് കൂടുതൽ ചർച്ച ആവശ്യമില്ല എന്നുള്ളതാണ് ഞാനത് പറയുന്നില്ല. എന്തായിരുന്നാലും ഇവിടെ ശരിക്ക് അർത്ഥമുള്ളത് നിന്നെ മാത്രം എന്ന് വളരെ ഗൗരവത്തോടു കൂടെ പറയണം. കാരണം വേറൊരാളും ഇല്ല നമുക്ക് ആരാധനകൾ നൽകാൻ. ആരാധന, ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നാണ്. അള്ളാഹ് അല്ലാത്ത ഒരാൾക്കും ഇബാദത്ത് അർപ്പിക്കാൻ പാടില്ല, ഇബാദത്ത് നൽകാൻ പാടില്ല. ഇബാദത്താകുന്ന ഒന്നും അള്ളാഹ് അല്ലാത്ത ഒരാളിലേക്ക് പോകാൻ പാടില്ല. അതാണ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയാറുള്ളത്. അള്ളാഹ് അല്ലാതെ ആരാധനക്ക് അർഹനായി യഥാർത്ഥത്തിൽ ഒരാളും ഇല്ല. അപ്പൊ അള്ളാഹ് അല്ലാത്ത ആൾക്കാരോട് ആരാധനകൾ അർപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വെറുതെ ആരാധിക്കാൻ ഒരു കാര്യം അതുകൊണ്ടില്ല. എന്നാൽ അവർക്ക് വരാനിരിക്കുന്നത് അള്ളാഹുവിന്റെ കോപമാണ്, അള്ളാഹുവിന്റെ ഭവനമായ നരകമാണ്. അവിടേക്ക് അവർ പ്രവേശിപ്പിക്കും. എന്താ കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമല്ലാത്ത, റബ്ബിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പോ ഈ ഇബാദത്ത് എന്താ നമ്മൾ അറിയണം. അതറിഞ്ഞാൽ തീർച്ചയായും
അല്ലാത്ത ആളുകളിലേക്ക് നമ്മുടെ ഇബാദത്ത് പോരാ. ഒരു മുസ്ലിമിനും അങ്ങനെ താല്പര്യമില്ല കേട്ടോ, ഇഷ്ടമില്ല. അല്ലാത്ത ആളുകളുടെ അടുക്കേക്ക് അല്ലാത്ത ആൾക്കാരോട് ഇബാദത്ത് ചെയ്യണമെന്ന് ഏത് മുസ്ലിമാണ് താല്പര്യപ്പെടുക? ഇല്ല, ഒരാൾക്കും അതിന് ഇഷ്ടം ഉണ്ടാവില്ല, ഒരാൾക്കും അതിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അറിയാതെ ഇബാദത്ത് എന്താണ് എന്നറിയാത്തത് കൊണ്ട് അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളൊന്ന് പഠിക്കണം എന്താണ് ഇബാദത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കാറുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലെ നബിക്ക് വേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു? ഇല്ല. കാരണം എന്താ? നിസ്കാരവും നോമ്പും അതൊരു ഇബാദത്താണ്. അത് അല്ലാഹുവിനല്ലാതെ ചെയ്യാൻ പാടില്ല, റബ്ബിന് വേണ്ടി മാത്രം, അള്ളാഹിന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമേ നിസ്കരിക്കാനും നോമ്പ് വെക്കാനും പാടുള്ളൂ. അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി പോലും ഒരാൾ നിസ്കരിക്കാൻ പാടില്ല, ഒരാൾ നോമ്പ് വെക്കാൻ പാടില്ല. കാരണം എന്താ? എല്ലാവർക്കും അറിയാം അത് ഇബാദത്താണ്. അതേ ഇബാദത്ത് തന്നെയാണ് ഖുർആൻ ഓതലും. മുമ്പ് ഒരു സഹോദരി ചോദിച്ചില്ലേ, മുഹമ്മദ് നബിക്ക് വേണ്ടി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ ഓല തൃപ്തി കിട്ടാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ? അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി അമലുകൾ ചെയ്യാം, പക്ഷെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കപ്പെട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, അവരെന്താ മുഹമ്മദ് നബിയുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി നബിന്റെ പേരിൽ ഖുർആൻ ഓതുക, ബദരീങ്ങളെ ഇഷ്ടം കിട്ടാൻ, മുനമ്പത്തെ നബിയുടെ ഇഷ്ടം കിട്ടാൻ, മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളുടെ ഇഷ്ടം കിട്ടാൻ അവർക്ക് വേണ്ടി അവരുടെ പേരിൽ ഖുർആൻ ഓതുക. ഈ പരിപാടി, കാരണം ഖുർആൻ ഓതുക എന്ന് പറഞ്ഞ ഒരു ഇബാദത്താണ്. അത് അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ഒരു മുസ്ലിം ചെയ്യേണ്ട ഒരു ആരാധനാ കർമ്മമാണ് ഖുർആൻ. അതുപോലെ തന്നെയാണ് ഖുർആൻ ഓതുന്നത് പോലെ തന്നെ ഒരു ഇബാദത്താണ് നേർച്ചയും. നേർച്ച, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച ചെയ്യാൻ പറ്റുമോ? അവരെ തൃപ്തിക്ക് വേണ്ടി. ഇപ്പോ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ആളുകൾക്കിടയിലുള്ള ഒരു ദുഷിച്ചൊരു സ്വഭാവമാണ് ബദരീങ്ങളെ തൃപ്തി കിട്ടാൻ, അവരെ പ്രീതി കിട്ടാൻ, അവര് നമ്മളെ പരിഗണിക്കാൻ, പടച്ചോന്റെ അടുത്ത് അവർ ഇതൊക്കെ കണ്ട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ബദരീങ്ങൾ ആണ്ടിന് നേർച്ച ചെയ്യും. ഒരു കൊല്ലം മുമ്പ് ഇത് ബദരീങ്ങൾ അടുത്ത് വരുന്ന ബദരീങ്ങൾ ആണ്ടിനുള്ള നേർച്ചയാണ്, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദ് കഴിക്കാനുള്ള ജന്മദിനാഘോഷത്തിനുള്ള നേർച്ചയാണ്, അതല്ലെങ്കിൽ റിഫായ് ഷേഖിനുള്ള നേർച്ചയാണ്, ബദരീങ്ങൾക്ക് നേർച്ചയാണ്, അതല്ലെങ്കിൽ മുനമ്പത്തെ ബീവിക്ക് ഓച്ചിറപ്പാപ്പാക്കൊക്കെ ഉള്ള നേർച്ചയാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ നേർച്ചകൾ ചെയ്യും. പാടില്ല എന്നാണ്. കാരണം നേർച്ച ഇബാദത്താണ്. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ നേർച്ചർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തം തൃപ്തി ആഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യേണ്ട ആരാധനാകർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് നേർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോ ഇബാദത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതെന്തൊക്കെയുണ്ടോ അത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കാൻ പാടുള്ളൂ. അത് തന്നെയാണ് ദുആഉം. അല്ലാത്തവരോട് ദുആ എടുക്കാൻ പാടില്ല. എന്താ കാരണം? അത് ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ അത് ആരാധനയാണ്. ദുആ അത് ആരാധനയാണ്, ഇബാദത്താണ്. അപ്പൊ ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന ഒരു മുസ്ലിം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കൈകൾ കെട്ടിക്കൊണ്ട് നമസ്കാരത്തിൽ പടച്ചവനോട് അഭിമുഖ സംഭാഷണം നടത്തുന്ന ആളുകൾ അള്ളാഹുവോട് നടത്തുന്ന ഒരു കരാറ് എത്ര തവണയാ? എത്രയോ തവണ. ഫർദ് നമസ്കാരം മാത്രം നിസ്കരിക്കുന്ന ഒരാൾ തന്നെ ദിവസം 17 തവണ അള്ളാഹുവിനോട് ഈ കരാറ് പറയുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അല്ലാത്തവർക്ക് നേർച്ച ചെയ്യുകയാണെങ്കിൽ, അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നുവെങ്കിൽ പിന്നെ എന്താ ഈ പറഞ്ഞ പ്രതിജ്ഞയും അതുപോലെ തന്നെ അള്ളാഹുവോട് ചെയ്ത ഈ കരാറിനെ ലംഘിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക? അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള, വളരെ ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യമാണ് അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ആ ഇബാദത്ത് നിസ്കാരവും നോമ്പ് മാത്രമല്ല, മറിച്ച് ദുആ ഇബാദത്താണ്. ആരാതൊക്കെ പറഞ്ഞത്? അല്ലാഹു റസൂൽ. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് അർപ്പിക്കൂ എന്ന് തീരുമാനിച്ച ഒരാളും അല്ലാത്ത ഒരാൾക്കും ഇബാദത്ത് അർപ്പിക്കാൻ പാടില്ല. നേർച്ചയും ദുആ ഒന്നും പാടില്ല.
നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ട് പാടില്ല? നമ്മൾ പല ആളുകളും പറയാറുണ്ട്, അല്ല അല്ലാത്തവരോട് ദുആ ചെയ്യാന്ന് പറഞ്ഞപ്പോ ആരാ അല്ല അല്ലാത്തവരോട് ദുആ ചെയ്യാ? അള്ളാഹിനോട് മാത്രം തന്നെയല്ലേ നമ്മൾ ദുആ ചെയ്യാറുള്ളൂ, അല്ല അല്ലാത്തവരോട് ദുആ ചെയ്യാറുണ്ടോന്ന്? ഉണ്ട്. എപ്പോ ചില ആൾക്കാരൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്താ? അവര് പറയാറുള്ളത് മുൻപത്തെ ബീവിയെ കാക്കണേ എന്ന് പറയും, അജ്മീർ ഖാജ രക്ഷിക്കണേ എന്ന് പറയും. കുട്ടികളൊക്കെ കളിച്ചുകൊണ്ട് എന്തെങ്കിലും മുറിവൊക്കെ പറ്റി വന്നാൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചു, ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പെട്ടാൽ ബദരീകളെ കാക്കണേ എന്ന് പറയും. ഇതൊക്കെ എന്താ? ഈ ദുആ അല്ലാത്തവരോടാണ് നടത്തുന്നത്, ബദരീങ്ങളോടാണ്. എന്നെ കാക്കണേ, എന്നെ രക്ഷിക്കണേ, എന്റെ രോഗം സുഖപ്പെടുത്തണേ, അതുപോലെ തന്നെ എന്റെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ. ആരോടാ അത് പറയേണ്ടത്? ഇത് പറയേണ്ട ആള് അള്ളാഹുവാണ്. അല്ലാത്ത ഒരാളോടും നമ്മൾ ദുആ ഇറക്കാൻ പാടില്ല. കാരണം അത് ഇബാദത്താണ്. ആരാ അത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അബൂദാവൂദും തിർമിദിയും അതുപോലെ തന്നെ ഇമാം ബുഖാരി അതുപോലെ മുഫ്രദിലൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു ഹദീസ്. എന്താണ് ആ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്. ഇന്ന ദുആ ഹുവൽ ഇബാദ. ദുആ എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്. ആരാധന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തെളിവ് പറയാണ്. സൂറത്ത് ഗാഫിറിന്റെ 60-ാമത്തെ ആയത്ത് എന്താ അറിയോ? വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആരായി പറയണത്? ലോകത്തിന്റെ പ്രവാചകൻ, നമ്മുടെ റസൂൽ, നമുക്ക് സ്വർഗത്തിന്റെ മാർഗം കാണിച്ചു തരാൻ അള്ളാഹ് പറഞ്ഞയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. വലിയൊരു അത്ഭുതം കേട്ടോ ഇതില്. എന്താ വെച്ചാലേ, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരു മനുഷ്യരും, ഈ ആരാധിക്കപ്പെടുന്ന ദുആ ചെയ്യപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവരൊന്നും എന്നോട് പ്രാർത്ഥിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളിട്ടോ, അപകടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. റസൂലുള്ളാഹി പറഞ്ഞോ? ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മൊയ്തീൻ ഷേഖ് പറഞ്ഞോ? മൊയ്തീൻ ഷേഖിന്റെ കിതാബിൽ ഒന്നും കാണൂല. പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ആരൊക്കെയോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കുറെ സാധനങ്ങളുണ്ട്, അതിൽ കാണും. എന്ത്? എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതെ ഉത്തീരം നൽകും ഞാൻ എന്നോ പറഞ്ഞ മൊയ്തീമാലി അല്ലെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള കുത്തുബിയത്തിന്റെ പേരിലോ അങ്ങനെയുള്ള പല മൊയ്തീമാലകളൊക്കെ കാണാൻ പറ്റും. എന്നാൽ അവരുടെ പിന്നെ കിതാബുകളിൽ, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കിതാബുകളിൽ കാണൂല. ബദരീങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചോളീന്ന്, അല്ലെങ്കിൽ എന്നെ വിളിച്ചോളീന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞോ? ഇല്ല. മുനമ്പത്തെ ബീവി പറഞ്ഞണോ? അതുമില്ല. അജ്മീർ ഖാജ പറഞ്ഞണോ? മൂപ്പരും പറഞ്ഞിട്ടില്ല. എന്നാലും ആൾക്കാർ ഈ പറയാത്തവരോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാ പറഞ്ഞ അള്ളാഹിനോടോ ദുആ ചെയ്യൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് എന്ത്? നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം ചെയ്യും. ഇനി നിങ്ങൾ എന്നോട് ദുആ ചെയ്യണില്ല, അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ ആരെങ്കിലും അഹങ്കാരികളായിത്തീരുന്നു, എന്നോട് ദുആ ഇറക്കുന്നില്ല എങ്കിൽ, നോക്കൂ, ആ ദുആനെയാണ് ഇവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞത്. ഏത്? ദുഊനി അസ്തജിബ് ലക്കും, എന്നോട് ദുആ ചെയ്യൂ എന്ന് പറഞ്ഞില്ലേ? ആ ദുആനെ സംബന്ധിച്ച് ആര് അള്ളാഹിനോട് ദുആ ചെയ്തിട്ടില്ലയോ അവൻ അള്ളാഹുനുള്ള ഇബാദത്തിന്റെ കാര്യത്തിൽ കിബിർ നടിച്ചവനാണ്. അവൻ നരകത്തിൽ നിന്ദ്യനായി പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹ് പറയണം. അപ്പൊ ദുആ എന്നുള്ളത് ഇബാദത്താണ് എന്നുള്ളത് അള്ളയും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ ആരാ നമ്മളോട് പറഞ്ഞു തരേണ്ടത്? അപ്പൊ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വരും, എന്ത്? ദുആ ഇബാദത്തോ? ആര് പറഞ്ഞു? എവിടുന്ന് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു.
ഇനി അതല്ല കൂട്ടരെ, എന്തിനാ അല്ലാഹ് അല്ലാത്തവരോട് നമ്മൾ ദുആ ചെയ്യണത്? അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. ഇനി മാത്രല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ എന്താ അതിനർത്ഥം? നമ്മൾ അല്ലാഹ് പറഞ്ഞ് കേൾക്കാത്തവരാണെന്നല്ലേ? ഇനി സ്വർഗത്ത് പോയ ആൾക്കാര് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ അമ്പിയാക്കള്. ആ അമ്പിയാക്കൾ ആരെങ്കിലും അല്ലാഹ് അല്ലാത്ത ആൾക്കാരോട് ദുആ ചെയ്തോണോ അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോ? ഇല്ല. അവരെല്ലാവരും അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച ആളുകളാ. നോക്കൂ നിങ്ങൾ, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളില്ലാതെ പ്രയാസപ്പെട്ട സാഹചര്യം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. നമ്മളാൾക്കാർ കുട്ടിയില്ലെങ്കിൽ അവിടെ തൊട്ടിലിട്ടാൻ പോകും. അവർക്ക് പാലക്കാട്ടേക്ക് അവിടെ ഒരു വള്ളിയുണ്ട്. ആ വള്ളിയിൽ പോയി തൊട്ടിൽ കെട്ടിയാൽ ആ വള്ളി അവര് എന്ത് ചെയ്യും? കുട്ടിനെ തരുന്നതാണ്. ഇനി അജ്മീർക്ക് പായസം നേർച്ച ചെയ്യും കുട്ടിനെ കിട്ടാൻ. ചില ആൾക്കാർ ഗുരുവായൂർ പോവും. ഒരു അബൂബക്കറാജി കുട്ടിയില്ലാത്തിട്ട് തുലാഭാരം നടത്തി ഗുരുവായൂർ പോയിട്ട്. ആലോചിച്ച് നോക്കൂ. എന്നാൽ പ്രവാചകന്മാര് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. എന്താ? അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. റബ്ബേ, നിന്റെ അടുക്കൽ നല്ല കുട്ടിയെ കൊണ്ട് കുറച്ചോനെ. സക്കരിയ നബി പ്രാർത്ഥിച്ചു, പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചു. രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ അല്ലെ, ചില ആൾക്കാർ നല്ല വല്ലാതെ സഹിക്കാൻ കഴിയാത്ത രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ആൾക്കാർ പറയും, ഇന്റെ രോഗം മാറിയാൽ ഞാൻ ബദരീങ്ങൾ ആണ്ടക്ക് ഇത്ര പൈസ കൊടുക്കും, അല്ലെ ഇന്ന മക്ബറേക്ക് ഇത്ര, ഇന്ന ജാറത്തിലേക്ക് ഇത്ര പൈസ കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെ, ഇങ്ങനെ എന്താ പറയാ, ഒരു കുത്തുബിയത്ത് കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു അദ്ദാദ് കഴിച്ചാൽ ഞാൻ പൈസ കൊടുക്കും. എന്ത്? എന്റെ രോഗം മാറിയാൽ. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കണം എന്താ? അള്ളാഹിനോട് ദുആ ചെയ്യാൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വൈദ്നാദ അയ്യൂബ റബ്ബഹു, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. എന്ത്? അന്നീ മസ്സനി അൽദുർറ വ അൻത അർഹമുർ റഹീമീൻ. റബ്ബേ, എന്നെ വല്ലാത്തൊരു പ്രയാസം ബാധിച്ചിട്ടുണ്ട്, നീ അർഹമുർ റഹീമാനാണല്ലോ നാഥ, സുഖപ്പെടുത്തി തരണേന്ന്. നോക്കൂ, ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തു. നോക്കൂ, ലോകത്ത് ഒരാൾക്കും മാറ്റാൻ കഴിയുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാറുന്നില്ല. എന്ത് ചെയ്തിട്ടും അത് മാറ്റിക്കൊടുത്തവനാ അള്ളാഹു. രാത്രിയില് ഒരു കടലിലകപ്പെട്ട് ഒരു മീനിന്റെ വായിലകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബേ എന്ന് വിളിച്ചപ്പോ അതിൽ നിന്നുള്ള രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വയസ്സ് അങ്ങ് തിരിഞ്ഞൊരു കുട്ടി ഉണ്ടാവില്ല എന്ന് സ്വയം ഉറപ്പിച്ചിട്ടും അള്ളാഹിനോടുള്ള പ്രാർത്ഥനയും അവനുള്ള പ്രതീക്ഷയും വെച്ച് പുലർത്തിയ സക്കരിയ നബിക്ക് അള്ളാഹ് ഒരു കുട്ടിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തും ചോദിച്ചൂടെ നമുക്ക്? അർഹമുർ-റഹീമായ നമ്മുടെ റബ്ബിനോട് അവൻ തരൂലേ? പിന്നെ എന്തിനാ അള്ളാഹ് അല്ലാത്ത ആളുടെ അടുത്തേക്ക് പോണത്? ഇതാണ് അള്ളാഹു നമ്മോട് ചോദിക്കണ ചോദ്യം. ഇബാദത്ത്, ദുആ ആകുന്ന ഇബാദത്ത് അള്ളാഹ് അല്ലാത്ത ആളുകളിലേക്ക് കൊടുത്താൽ അവനെ പറ്റി ചിലതൊക്കെ അള്ളാഹ്ക്ക് പറയാണ്ട്. എന്താ അള്ളാഹ് പറയണത്? വമൻ അളല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ട്? സൂറത്ത് അഹ്ഖാഫിന്റെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയും, ലോകത്ത് ഏറ്റവും വഴിപിഴച്ച ആള്, അതിന്റെ അപ്പുറത്തേക്ക് ഇനി വഴിപിഴക്കാനില്ല. അതാരാ? വ്യഭിചരിച്ചവൻ അല്ലെ വ്യഭിചരിച്ചവൾ എന്നല്ല പറഞ്ഞത്. സക്കാത്ത് കൊടുക്കാത്തവനെന്നല്ല അല്ല പറഞ്ഞത്. നിസ്കരിക്കാത്തവനൊന്നും കൂടെ അല്ല അല്ല പറഞ്ഞത്. മറിച്ച് വമൻ അളല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളോട് ദുആ ചെയ്യുന്നവനേക്കാളും, എന്ത്? ദുആ ചെയ്യുന്നവനേക്കാളും വഴി പിഴച്ചവൻ ആരുണ്ട്? അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ ആരാ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കണം. അവരെ തെറ്റുകളൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. അള്ളാഹ് ഉദ്ദേശിച്ചാൽ ചിലപ്പോ ചിലർക്ക് പുറത്തു കൊടുക്കൂല. അവര് ശിക്ഷ അനുഭവിച്ച് അതിനുശേഷം സ്വർഗത്തിലേക്ക് എത്തും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് അവരെ പറ്റി പറയാനുള്ള ഒരു കാര്യം, അവർ ഏറ്റവും വഴിപിഴച്ച ആളുകളാണ് എന്ന്. പിന്നെ അള്ളാഹ് പറയാണ്, അവരുടെ സ്വർഗം അള്ളാഹു അവർക്ക് ഹറാമാക്കിയിരിക്കുന്നു. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന,
അല്ലാഹ് അല്ലാത്തവർക്ക് ഇബാദത്ത് അർപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, അവർക്ക് ഇനി സ്വർഗത്ത് കടക്കാൻ കഴിയില്ല എന്ന്. അതുപോലെ തന്നെ അള്ളാഹു പിന്നെ പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെയാണോ ദുആ ചെയ്യുന്നത് അവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള അടിമകൾ മാത്രമാകുന്നു. നിങ്ങളെപ്പോലുള്ള അടിമകൾ, ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല. നമ്മളൊക്കെ എന്താ വിശ്വസിക്കല്? മരിച്ചു പോയാൽ അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് ഞങ്ങൾ ചോദിക്കണത് എന്ന് പറഞ്ഞിട്ടാണ് അവരോട് ദുആ ചെയ്യാറുള്ളത്. അള്ളാഹ് പറയാണ്, ഇല്ല കൂട്ടരെ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള അടിമകൾ മാത്രമാകുന്നു. നിങ്ങളെപ്പോലെ അടിമകളാണ് അവര്. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങൾ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ ബാപ്പാനോട് നിങ്ങൾ പ്രാർത്ഥിക്കോ? ഉമ്മാനോട് പ്രാർത്ഥിക്കോ? മക്കളോട് പ്രാർത്ഥിക്കോ? ഭർത്താവിനോട് ഭാര്യയോടൊക്കെ പ്രാർത്ഥിക്കോ? ദുആ ചെയ്യോ? ഇല്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ആരോടൊക്കെ വിളിക്കുന്നുണ്ടോ അവര് മുഴുവൻ, അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹിനോട് കൂടെ ഒരാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല. നമുക്ക് അള്ളാഹ് ഉപയോഗിച്ച പദം തന്നെ ദുആ 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 എന്ന്. അള്ളാഹിനോടല്ലാതെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല എന്ന്. മാത്രല്ല എന്താ പറയുക, മക്കത്തേക്ക് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയും എന്ന മഹാന്മാരായ ആളുകളൊക്കെ ദുആ ചെയ്തിരുന്ന സമൂഹം, അവരോട് പോയിട്ട് എന്ത് പറയാൻ അള്ളാഹു പറഞ്ഞത്? ഖുൽ, പറയുക പ്രവാചകരെ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുള്ളൂ, എൻ്റെ റബ്ബല്ലാത്ത ഒരാളോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്നാണ്. ഇത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇസ്ലാമാണ്. എന്നാൽ അല്ലാഹ് അല്ലാത്ത ആൾക്കാരോട് ദുആ ചെയ്യാൻ, ദുആ ആകുന്ന ഇബാദത്ത് അല്ലാഹ് അല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചാലോ അത് ഇസ്ലാമിന് പുറത്താണ്. അപ്പോ നമുക്കൊരു സംശയം ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ അല്ലാഹ് അല്ലാത്ത ആൾക്കാരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരെയും വിശ്വസിക്കുവോ? പ്രാർത്ഥിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ശുഹദാക്കന്മാരായ മരണപ്പെട്ടുപോയ ആളുകൾ, ആ ആളുകളോട് പ്രാർത്ഥിക്കുന്ന വരികൾ നമ്മുടെ മൗലൂദി കിതാബിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ? അവരോട് പ്രാർത്ഥിക്കാൻ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. നോക്കൂ നിങ്ങൾ, അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലിനാ അഗീസൂനാ ഇദഷ്തദ്ദത് അലൈനാ കറാഗീബു ലൈസ ഫീഹാ മൻ യഖീനാ. മരണപ്പെട്ടു പോയ ബദർ ശുഹദാക്കൾ, ആ ആൾക്കാരോട് വിളിച്ച് തേടാൻ, അയാ ശുഹദ, അല്ലയോ ശുഹദാക്കന്മാരെ, ഇന്നാ ഖദ് ഖസദ്നാ, തീർച്ചയായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, ലക്ഷ്യം വെക്കുന്നു, ഇലൈക്കും നിങ്ങളിലേക്ക്, ലിൽ ഇഗാസതി സായിലീന, സഹായം കിട്ടണം ഞങ്ങൾക്ക്. ഞങ്ങൾ ചോദിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അഗീസൂന ഇദഷ്തദ്ദത് അലൈനാ, ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, ഞങ്ങളങ്ങോട്ട് ഇടുങ്ങി പ്രയാസത്തിലാക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ, അഗീസൂന, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഇത് ആരോടാ പറയേണ്ടത്? അള്ളാഹിനോട്. ഇതിനല്ലേ നമ്മൾ ദുആ എന്ന് പറയാം, അല്ലെ? ഇതിനല്ലേ നമ്മൾ ദുആ എന്ന് പറയാം. എന്നാൽ ഈ ദുആ അല്ലാഹ് അല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കുമ്പോൾ എന്താ സഹോദരങ്ങളെ അതിന് പേര് പറയാം? അതെ, അല്പം ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇതൊരു സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ നാട്ടില് ഇന്ന് നിലവിലുള്ള മാലയും മൗലൂദും തുടങ്ങിയ ഒരുപാട് ഏടുകളുണ്ടല്ലോ. ആ ഏടുകളിൽ ഓരോ വരികളും നമ്മളെടുത്ത് ഇങ്ങനെ പരിശോധിച്ച് വെക്കുമ്പോൾ സങ്കടകരം. കാരണം അല്ലാഹ് അല്ലാത്ത ആളുകൾ, അള്ളാന്റെ അടിമകളായ ആളുകൾ, അവരോടൊക്കെ നബിനോട് പോലും പ്രാർത്ഥിക്കുന്ന ആളുകൾ, യാ സയ്യിദി സാദാത്തി ജിഅ്തുക ഖാസിദ, അങ്ങനെ പാടല്ലേ, പെരും വല്ലാത്ത പാട്ടിങ്ങനെ പാടുക. എന്താ പാട്ടിലുള്ളത്? നബിയെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട്. എത്ര വരികളാ! അപ്പോ ഇങ്ങനെ പാടാൻ വേണ്ടി ഒരുങ്ങിയ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അങ്ങോട്ട് പോണില്ല. എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുആ അത് അള്ളാഹുവോടല്ലാതെ നടത്തൂല എന്ന് നമ്മൾ നിസ്കാരത്തിൽ റബ്ബിനോട് പ്രതിജ്ഞ ചെയ്യാൻ.
ഇബാദത്ത് റബ്ബിന് മാത്രമേ റബ്ബെ അർപ്പിക്കുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യാൻ. നമ്മള് അല്ലാത്ത ആൾക്കാരോട് ദുആ ചെയ്യുന്ന ഒരു സാഹചര്യം സഹോദരങ്ങളെ വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന, വല്ലാതെ നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതെയാക്കുന്ന, നമ്മുടെ പരലോകത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയലിലാണ് സഹോദരങ്ങളെ നമുക്ക് രക്ഷയുള്ളത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മെ കൃത്യമായി പഠിപ്പിച്ചതും അതന്നെയാണ്. മക്കത്ത് അദ്ദേഹം വന്നപ്പോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളൊക്കെ പലരോടും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൽ മഹാന്മാരായ ആളുകളുണ്ട്, അമ്പിയാക്കളുണ്ട്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ അവരോട് പഠിപ്പിച്ചപ്പോ പിന്നെ അവര് ഇബ്രാഹിം നബിനെ ഏറെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ ഇബ്രാഹിം നബിയുടെ ദുആ ചെയ്യുന്നില്ല. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബിനെ പഠിപ്പിച്ചപ്പോ അദ്ദേഹത്തിന് ഇസ്മായിൽ നബിനെ വലിയ ഇഷ്ടമാണ്, ഇബ്രാഹിം നബിനെ ഇഷ്ടമാണ്, അതുപോലെ മറ്റ് മഹാന്മാരായ ആളുകളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അവരോട് ആരോടും അതുവരെ ദുആ ചെയ്തിരുന്നത് പോലെ അദ്ദേഹം ദുആ ചെയ്യുന്നില്ല. എന്തേ? അത് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എതിരാണ്. അപ്പോ പ്രാർത്ഥന അത് ആരാധനയാണ്. ആരാധന അല്ലാഹുവിനല്ലാതെ അർപ്പിക്കാൻ പാടില്ല. ഈ ആരാധന നിർവഹിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്ത് ദാരിയാത്തിന്റെ 56-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാം, എന്ത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ്, മനുഷ്യനാവട്ടെ ജിന്ന് വർഗത്തിൽപ്പെട്ട ഏതൊന്നിനെയും, ജിന്നാവട്ടെ മനുഷ്യനാവട്ടെ, അവരെ നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്ന്. അപ്പൊ ആരാധന ആർക്കായിരിക്കണം? അള്ളാഹുവിനായിരിക്കണം. അല്ലാത്ത ആൾക്ക് ആരാധന കൊടുക്കാൻ പാടില്ല. എന്താ ആരാധന? നമ്മൾ ആരാധനയാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദുആ എന്ന് പറഞ്ഞു. ആ ദുആ ആണ് പല ആളുകളും അല്ലാത്ത ആളുകൾക്ക് കൊടുക്കാറ്. മക്കത്തെ മുശ്രിക്കീങ്ങളെ ഹജ്ജ് ചെയ്തിരുന്നു. ആർക്ക്? അള്ളാഹ്ക്ക്. എന്നാൽ അവർ ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ദുആ കൊടുത്തിരുന്നു. ലാത്തക്കും മുസ്സക്കും മനാത്തിയോട് അവർ ദുആ ഇരുന്നിരുന്നു. അവരുടെ പ്രീതിക്ക് വേണ്ടി അവർ ഹജ്ജ് ചെയ്തിരുന്നില്ല. അവരുടെ പ്രീതിക്ക് ബലി അർപ്പിച്ചിരുന്നു, നേർച്ച നിന്നിരുന്നു, പക്ഷെ ഹജ്ജ് ചെയ്തിരുന്നില്ല, നോമ്പെടുത്തിരുന്നില്ല. ജൂതന്മാര് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ നോമ്പെടുത്ത ആളുകളായിരുന്നു, പക്ഷെ ദുആ അല്ലാത്ത ആൾക്കാരോട് നിർവഹിച്ചു. മുസ്ലിം ഉമ്മത്തും അങ്ങനെ തന്നെ. ഇബാദത്തിൽ നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയൊക്കെ അള്ളാഹ്ക്കും, അതല്ലാത്ത കാര്യങ്ങൾ നേർച്ച, ദുആ, ഇത്തരം കാര്യങ്ങൾക്ക് അള്ളാഹ് അല്ലാത്തവരോട് അർപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഒരിക്കലും ഇബാദത്ത് അത് ഏത് തരത്തിലായാലും അല്ലാത്തവർക്കും കൊടുക്കാൻ പാടില്ല എന്ന്. ഇനി എന്താണ് ഇബാദത്ത്? അത് മനസ്സിലായ കാര്യം എളുപ്പമല്ലോ. എന്താണ് ഇബാദത്ത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെയും ജിന്നുകളെയും എസ്സഖലയും അതിന് പറയാം. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജിന്നുകളെയും മനുഷ്യന്മാരെ അള്ളാഹ് ഉണ്ടാക്കിയത്. എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മാർഗദർശനം അനുസരിച്ച് ഇഷ്ടത്തോടെ, അതുപോലെ തന്നെ അള്ളാഹുവിന് മുമ്പിൽ അവന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നു എന്ന് താഴ്മയും നമ്മുടെ നിസ്സാരതയും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ആ റബ്ബിന്റെ കൽപ്പനകൾ നമ്മൾ ശിരസാ വഹിക്കുകയും അവന് കാണിച്ചു തന്ന നിർദ്ദേശിച്ച മാർഗദർശനങ്ങളിലൂടെ മാത്രം അതിനെ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു രീതിയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇഷ്ടമുള്ള കോലത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. അള്ളാഹ് പറഞ്ഞ രൂപത്ത് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം, നമ്മളൊക്കെ പല ആളുകളും ഇബാദത്തിന്റെ ഒരു മാർഗമാണല്ലോ കൈകൂപ്പുക എന്നുള്ളത്, അല്ലെ? കൈകൂപ്പുക. ചില ആൾക്കാര് കൈകൂപ്പുക, എന്ത് ക്ഷമിക്കണം എന്നൊക്കെ പറയും. പാടില്ല. നമ്മളെ ചില ആൾക്കാർ കളിയിലൂടെ ആണെങ്കിൽ പോലും, കളി തമാശയിലൂടെ ആണെങ്കിൽ പോലും ചില ആൾക്കാരൊക്കെ എടുത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണിത്. ഇങ്ങനെ കൈ കൂപ്പിയിട്ട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ദൂരമുള്ള ഒരാളോടാണെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ക്ഷമിക്കണം കേട്ടോ എന്ന് പറയും. പാടില്ല. എന്തേ? അത് മറ്റുള്ള ആളുകൾ ആരാധനയുടെ മാർഗമായി സ്വീകരിച്ചൊരു രീതിയാണ്. ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയുമാണ്. ആരാധന നിർവഹിക്കേണ്ടത് എങ്ങനെയാ? അത് അള്ളാഹിന്റെ റസൂല് കാണിച്ചു തന്ന വഴിയിലൂടെ മാത്രം. എന്താ ആരാധന? നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്,
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ ശിരസ വഹിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന കർമ്മങ്ങൾ, കാര്യങ്ങൾ, അത് ഖുദൂഇ വത്തദല്ലുൽ എന്നാണ് അതിന്റെ ഭാഷാർത്ഥം പറയുന്നത്. അങ്ങേയറ്റത്തെ നിസ്സാരതയും വിനയവും കീഴ്വണക്കത്തോടും കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു വിശുദ്ധ ഖുർആൻ പാരായണം അതൊരു ആരാധനയാണ്, ഒരു ഇബാദത്താണ്. ആര് പഠിപ്പിച്ചു? അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു. ദുആ ചെയ്യൽ ഒരു ആരാധനയാണ്, അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഉപദ്രവം, കല്ലോ മുള്ളോ അല്ലെ എന്തെങ്കിലും സാധനം, അതൊക്കെ നീക്കി അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട്, നരകത്തിൽ നിന്ന് രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു ആരാധന, ഇതൊക്കെ അള്ളാഹ് പഠിപ്പിച്ചതാണ്. ഈ കൂട്ടത്തിൽ ഇബാദത്തായിട്ട് അള്ളാഹു ഒരു മാലയോ മൗലൂദോ നഫീസത്ത് മാലയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു മൊഹീദ്ദീൻ മാലയോ റിഫായി മാലയോ സുബ്ഹാന മൗലൂദോ ബർസഞ്ചി മൗലൂദോ ഒന്നും ഇബാദത്തായിട്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മളെ ആൾക്കാർ അത് ചൊല്ലണല്ലേ ഉണ്ട്. എന്ത്? അള്ളാഹിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടും എന്ന് പ്രതീക്ഷയോടുകൂടെ ചൊല്ലാൻ, അള്ളാഹിന്റെ തൃപ്തി കിട്ടുമെന്ന് പ്രതീക്ഷയോട് കൂടെ ചൊല്ലാൻ. അങ്ങനെ ചെല്ലാൻ ആരാ പഠിപ്പിച്ചത്? അള്ളാഹുവും റസൂലും പഠിപ്പിച്ചില്ല. പിന്നെ എങ്ങനെയാ അത് അള്ളാഹ്ക്കുള്ള ഇബാദത്തായി മാറുക? അള്ളാഹ്ക്കുള്ള ഇബാദത്തായി മാറുമ്പോഴല്ലേ അള്ളാഹു കൂലി തരുള്ളൂ. അതെ, അള്ളാഹ് കൂലി തരണമെങ്കിൽ അള്ളാഹ് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ബിദ്അത്ത് എന്ന സംഭവം കടന്നു വരുന്നത് ആരാധനയിൽ. കാരണം എന്താ? അള്ളാഹ് പഠിപ്പിക്കാത്ത രീതിയിൽ അള്ളാഹിനെ ആരാധിക്കുന്ന ഒരു സ്വഭാവം, അള്ളാഹിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം, അള്ളാഹിന്റെ ഇഷ്ടം കിട്ടണം, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം, പൊരുത്തണ്ടാവണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കർമ്മം. പക്ഷെ അത് അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ബിദ്അത്തായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വയ്യാക്കും അൽ മുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കണം പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെ. സഹാബത്ത് സൂക്ഷിച്ചു. എന്നിട്ട് വളരെ ഗൗരവത്തോടുകൂടി അവർ ഉണർത്തി. എന്തായിരുന്നു ആ കാര്യം എന്നറിയോ? ഒരിക്കൽ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു. സുബ്ഹിന് മുമ്പ് വന്നു അദ്ദേഹം പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കുന്നപ്പോ കുറെ ആളുകൾ ഇങ്ങനെ പള്ളിയിൽ നേരത്തെ തന്നെ വന്ന് ഒരുമിച്ച് കൂടി ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കുന്നുണ്ട്. അതിൽ ഒരാള് ദിക്ർ ഉറക്കെ പറയും, ബാക്കിയുള്ളവരൊക്കെ ആ ദിക്ർ ചൊല്ലും. ദിക്ർ ചൊല്ലുമ്പോൾ ഓരോരോ കല്ലുകൾ എടുത്തിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ നീക്കി വെക്കും. അപ്പൊ ഇത് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം വേഗം ഓടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. അപ്പൊ അദ്ദേഹം വന്നപ്പോ എന്താ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യം ഞാൻ കണ്ടു പള്ളിയിൽ. അതെന്താ? ഒരാളിങ്ങനെ ദിക്ർ ചൊല്ലണു, ബാക്കിയുള്ളവരൊക്കെ ഏറ്റു ചൊല്ലുന്നു. ആ ചൊല്ലുന്ന സമയത്ത് ഒരു കല്ല് ഇങ്ങനെ അവിടേക്ക് ഇങ്ങനെ മറ്റാളിങ്ങനെ നീക്കി വെക്കുന്നു. നമ്മൾ ചെയ്യാറുള്ള ദിക്ർ ഹൽക്ക അല്ലെങ്കിൽ നമ്മളൊക്കെ മറ്റേ ഈ മാല ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വലിച്ചാറില്ലേ ദിക്ർ ഇല്ലാണ്ട്, ഇതുപോലെ സംഭവം. ദിക്ർ ചെല്ലുമ്പോ വിരലിൽ എണ്ണം പിടിക്കുന്നതിന് പകരമായി ഈ മാല ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തസ്ബീഹ് മാല എന്നൊക്കെ ചിലവരുടെ പേര് പറയും. അള്ളാഹിന്റെ ദീനൊരു ബന്ധമൊന്നുമില്ല. ഒരു സംഭവം, ഒരു രുദ്രാക്ഷമാല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ സന്യാസിമാരുടെ അടുത്ത് നിന്ന് പോകുന്ന സാധനമാണത്. സ്വഹാബത്തിനോ സാബികൾക്കൊന്നും പരിചയമില്ലാത്തൊരു സാധനമാണത്. എന്നാൽ ഹൈന്ദവ മാസത്തിലെ സന്യാസിമാരുടെ അടുത്തൊക്കെ ഈ സാധനം ഉണ്ടാവണം. അപ്പൊ എന്താട്ടെ, ഈ സാധനം ഇന്ന് നമ്മൾ ഉപയോഗിക്കണം. ഇതുപോലെ കല്ല് ഇങ്ങനെ എടുത്ത് ദിക്ർ ചൊല്ലുമ്പോൾ ഒരു സാധനം ഉപയോഗിച്ച് എണ്ണം പിടിച്ചു. നമ്മളെ കയ്യിൽ ഇപ്പൊ പുതിയ ആധുനിക സാധനം ഇങ്ങനെ നെക്കി കൊടുക്കുന്ന സാധനം, എന്റെ തഹ്ലീൽ എന്നൊക്കെ അതിന് പേര് പറയും തോന്നുന്നുണ്ട് ആൾക്കാര്, അല്ലെ? മെഷീൻ തഹ്ലീലിന്റെ. അപ്പോ ഈ ഏർപ്പാട് കയ്യിൽ വിരലിൽ എണ്ണം പിടിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു സംഭവം, ഇത് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് വളരെ സ്പീഡിൽ പള്ളിയിലേക്ക് പോകാൻ, അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിന്റെ ബാക്കിലായി പോയി. കാരണം അത്രയും ഗൗരവത്തിലാ ഇബ്നു മസ്ഊദ് കാര്യം മനസ്സിലാക്കി പള്ളിയിലേക്ക് വരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റി നിങ്ങൾക്ക്? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച, അദ്ദേഹം ദീൻ പഠിച്ച സ്വഹാബത്ത് മരിച്ചു തീർന്നിട്ടില്ല. ആ റസൂലുള്ളാഹി ഉപയോഗിച്ച വസ്ത്രം നുരുമ്പി തീർന്നിട്ടില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷിച്ച പാത്രങ്ങൾ അത് പൊട്ടി തീർന്നിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ദീനിൽ കടത്തിക്കൂട്ടി കൊണ്ടുവരികയാണോ എന്ന് ചോദിച്ചിട്ട് അവരെ ആക്ഷേപിക്കാൻ. അപ്പൊ അവർ നിങ്ങൾ എന്താ ചെയ്ത്? ഒന്നും ചെയ്തില്ല, ഇതിങ്ങനെ എണ്ണ പിടിച്ചിട്ടുള്ളൂ. ആര് പറഞ്ഞു നിങ്ങളോട് ഈ രൂപത്തിൽ ചെയ്യാൻ? അതാ പ്രശ്നം. ദിക്ർ ചൊല്ലാൻ അല്ല പ്രശ്നം. എല്ലാവരും ഇങ്ങനെ ഇരുന്നപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മാത്രല്ല, ഒരാളിങ്ങനെ പറഞ്ഞു കൊടുക്കുക, വേറെല്ലാവരും ഇങ്ങനെ ഏറ്റുചൊല്ലുക, ഒരു പുതിയ രീതി ആരാധനക്ക് കൊണ്ടുവന്നു എന്നുള്ളതാ പ്രശ്നം. എന്നിട്ട് അതിങ്ങനെ എണ്ണം പിടിക്കുക, കല്ല് നീക്കി വെച്ചിട്ട്.
ആര് പഠിപ്പിച്ചു നിങ്ങളെ? ഞാൻ അപ്പോ ഇബാദത്ത് അത് അള്ളാന്റെ തൃപ്തിക്കും അള്ളാന്റെ പ്രീതിക്കും വേണ്ടിയിട്ട്, പരലോകത്ത് സ്വർഗം ആഗ്രഹിച്ച് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ള നിശ്ചയിച്ച മാർഗത്തിലൂടെ, അള്ള കാണിച്ചു തന്ന രീതിയിലൂടെ ആയിരിക്കണം നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിൽ ബിദ്അത്ത് വരും. ഇസ്ലാമെന്ന് നമ്മൾ അറിയാതെ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ അത് ശിർക്കും ബിദ്അത്തുമായി മാറും അല്ലേ? ഈ മാലി മൗലിദൊക്കെ പാടെ ഇസ്ലാമിന്റെ കാര്യം എന്ന് ചെല്ലിയാല് എന്തേക്കാര അവസ്ഥ? റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ഈ കാര്യങ്ങളും. അപ്പോ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇബാദത്ത്. അത് എന്താണെന്ന് മനസ്സിലാക്കി അത് എങ്ങനെ നിർവഹിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കാര്യം എളുപ്പമാണ്. മനസ്സിലായിട്ടുണ്ടാവും. എന്താ? അള്ളാഹു നിശ്ചയിച്ച മാർഗത്തിൽ, റബ്ബ് കാണിച്ചു തന്ന മാർഗത്തിൽ മാത്രമേ റബ്ബനെ ആരാധിക്കാവൂ. ഒരു പുതിയ മാർഗം സ്വീകരിക്കാൻ പാടില്ല. ഇബാദത്തിന്റെ വിഷയത്തിൽ വീണ്ടും ശ്രദ്ധിക്കണം. ഇബാദത്തിന്റെ വിഷയത്തിൽ എങ്ങനെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് അള്ള പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വേണം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഇബാദത്തിന് നമ്മൾ ഒരു ഗ്രൂപ്പ് മനസ്സിലായിട്ടുണ്ടാവുന്നു. അള്ളാഹു അനുസരിക്കണം, അള്ളാഹു മാത്രം അടിമവേല ചെയ്യണം, നീ അടിമവേല ചെയ്യുകയുള്ളൂ കൊടുക്കുന്ന രീതി ആധുനിക കാലഘട്ടത്തിലെ ചില ആളുകളുടെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിന് ആരാധന എന്നേ അർത്ഥമുള്ളൂ. അതല്ലാതെ അടിമവേല ചെയ്തു എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക എന്നോ അർത്ഥമല്ല. അങ്ങനെ അർത്ഥം വന്നാൽ അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം അനുസരിക്കണം എന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളായ സ്വഹാബികളുടെ കീഴിൽ അടിമയായി നിൽക്കുകയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്ത ഉമ്മയ്യയുടെ അടിമയായിരിക്കെ തന്നെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അടിമയായിരിക്കെ തന്നെയാണ് മുസ്ലിം ആയത്. ഒരുപാട് സഹോദരങ്ങൾ സ്വഹാബികൾ അടിമകളായിരിക്കെ മുസ്ലിം ആയിട്ടുണ്ട്. അപ്പൊ അവരെന്ന് ഷഹാദത്ത് ശരിയായില്ല എന്ന് പറയേണ്ടി വരും. അള്ളാഹ്ക്ക് മാത്രമേ അടിമവേല ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അല്ല, മറിച്ച് നമ്മളൊക്കെ അള്ളാഹിന്റെ അടിമകളാണ്. ആ അടിമ ആകുന്നതോടുകൂടെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അടിമയായ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ, അടിമയാക്കാൻ പാടില്ല കേട്ടോ ഒരാൾ സ്വതന്ത്രമായ ഒരു മനുഷ്യനൊന്നും. അങ്ങനെ പണ്ടക്കും പണ്ടേ അങ്ങനെ ആ തലമുറകളായ പ്രയാസമില്ല. അപ്പൊ അദ്ദേഹത്തിന് രണ്ട് കൂലിയുണ്ട്. ഒന്ന് തന്റെ യജമാനനുസരിച്ച കൂലിയും അള്ളാഹുവിന്റെ അടിമയായി എന്ന കൂലിയുണ്ട്. അപ്പോ ഈ രണ്ട് അർത്ഥതലങ്ങളും ഇതിൽ വരുമെന്ന് ചില ആളുകൾ പറയുന്നത് ശരിയല്ലാത്തൊരു തലമാണ്. അതിന്റെ രംഗം ഒന്ന് അടിമവേല ചെയ്തു എന്നൊക്കെ അർത്ഥം വരുന്ന മസ്തറുള്ളത് അബുദ എന്ന് പറയുന്ന ഒരു ക്രിയക്കാണ് എന്നുള്ളതും, അബദ എന്ന് പറഞ്ഞാൽ അതിന്റെ മസ്തറാണ്, അല്ലെങ്കിൽ അതിന്റെ ഇയ്യാക്കൻ അബുദു എന്ന് പറയുന്ന ഇബാദത്ത് അബദ എന്ന് പറയുന്നതിന്റെ മസ്തറാണ് എന്നുമൊക്കെ വളരെ ഗഹനമായ ഒരു പഠനം ഈ വിഷയത്തിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ അത്തരമൊരു പഠനത്തിന് വല്ല പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും കാര്യം പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹുവിന്റെ അടിമ ഒരു മനുഷ്യന്റെ അടിമയാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അടിമ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച് അള്ളാഹുവിന്റെ അടിമയാകുന്നത് കൊണ്ട് ഒരു വിരോധവും ഇല്ല. അദ്ദേഹത്തിന് നരകാവകാശിയല്ല. എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരാൾ ആരാധിക്കുന്നുവെങ്കിൽ അദ്ദേഹം നരകത്തിന് അവകാശിയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹനല്ല. അതുകൊണ്ട് ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അടിമവേല ചെയ്തു എന്നോ അല്ലെങ്കിൽ അടിമയായി എന്നൊന്നും അർത്ഥമല്ല. ഇബാദത്തിന് അർത്ഥം ആരാധന എന്നുള്ളത് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഇനി മറ്റു വിഷയങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മൾ ഈ അറിവ് കിട്ടിയതിന് ശേഷം പക്ഷെ നമ്മുടെ മുൻഗാമികളൊക്കെ ഇതുപോലെ മൗലികം ഇതൊക്കെ ചെയ്ത് നമ്മളും കൂടെ അതിൽ കൊച്ചേർന്ന് പങ്കുകൊണ്ടിട്ടുണ്ട്. അതിനു വേണ്ടി പശ്ചാത്തലത്തെ വെച്ച് മടങ്ങുന്ന ഒരു ചോദ്യം വന്നത്, നമ്മൾ മുൻഗാമികളായ ആളുകളൊക്കെ ഇങ്ങനെ അതല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ മാലയും മൗലൂദും അങ്ങനെയുള്ള കാര്യങ്ങളും ചില അവരുടെ കൂടെ പങ്കു ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് അറിവ് വന്നതിന് ശേഷം അത് മാറിയിട്ടുണ്ട്, തൗബ ചെയ്തിട്ടുണ്ട്, അത് സ്വീകാര്യമാവും. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും നമ്മൾ ശരിയായ കിട്ടിയ അറിവനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ ബാക്കി എല്ലാം അള്ളാഹ് പുറത്ത്. അള്ളാഹു പറഞ്ഞതും അതാണ്, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കുചേർത്തു
അള്ളാഹുവിൽ ആരെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ശിർക്ക് ചെയ്തെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും. എന്നിട്ട് പറയാണ് ഇല്ലല്ലദീന താബു, തൗബ ചെയ്തവരൊഴികെ. അപ്പോ തൗബ ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും? തീർച്ചയായും അത് പുറത്തു തരും. അള്ളാഹ്ക്ക് പുറത്തു തരാൻ ഒരു പ്രയാസം. നമ്മൾ പറഞ്ഞു റഹ്മാൻ റഹീം എന്ന ക്ലാസ്സിലും പറഞ്ഞു, നമ്മൾ പൊറുക്കല ചോദിച്ചാൽ മതി, അള്ളാഹ് പുറത്തു തരും. നമ്മൾ നിലപാട് നന്നാക്കി നമ്മൾ കിട്ടിയ അറിവനുസരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ഒരു പ്രശ്നമില്ല. വല ഉബാലി എന്നുള്ള പറയും, എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ പറയല്ലേ ഒരു പ്രശ്നമില്ല, അതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, വല എനിക്കൊരു പ്രയാസമില്ല, ഞാൻ പുറത്തു വരും, എന്നോട് പൊറുക്കലിനെ തേടിയാൽ മതി. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ട. അറിവ് വന്നു കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യരുത്? ഇനി ആ ഷിർക്കിലേക്കോ കുഫറിലേക്കോ ഖുറാഫാത്തിലേക്കോ വിദ്യാത്തിലേക്കോ നമ്മൾ പോകരുത്. നമുക്ക് അള്ളാഹ് മതി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ. എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ. അസ്സലാമു അലൈക്കും ഉസ്താദേ. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാഹ്. തറാവീഹ് നമസ്കരിക്കുമ്പോഴേ അപ്പോഴേ എന്തെങ്കിലും ഒരു മുത്തോ കല്ലോ വെച്ചാണ് ഞങ്ങൾ റക്കഅത്ത് ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ട് 20 റക്കഅത്ത് അത് എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യും. അതും ബിദ്അത്തല്ലേ? തറാവി നമസ്കരിക്കുമ്പോ തെറ്റാതിരിക്കാൻ വേണ്ടി കല്ല് വെക്കല്ലേ, അത് വിദ്യാർത്ഥല്ലേ? അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ പോയിട്ടുണ്ട്. അങ്ങനെ തറാവി നമസ്കാരം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക്, ഞാൻ പറയട്ടെ, തറാവി നമസ്കാരം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായി വന്ന രീതിയുണ്ട്, അങ്ങനെ തന്നെ നിർവഹിക്കാൻ പാടുള്ളൂ. കാരണം അതൊരു ഇബാദത്താണ്. ആ തറാവി നമസ്കാരം 11 റക്അത്തിലധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഹദീസിൽ നിന്ന് വ്യക്തമാവുക. ആ 11 റക്അത്ത് നമസ്കാരം ഈ രണ്ടാക്കി നമ്മൾ നിസ്കരിക്കാം. കല്ല് വെക്കേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടോ തറാവി നമസ്കാരത്തിന്? അറിയില്ല. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കി ഓരോ ആയത്ത് അല്ലെങ്കിൽ ഓരോരോ സൂറത്ത് ഓരോ റക്അത്തിൽ നമ്മൾ ഓതുമ്പോൾ അത് മനസ്സിലാക്കിയാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അല്ല, ഇനി തൊട്ട് അങ്ങനെ ചെയ്യാം. 20 റക്കഅത്താണ് നമസ്കരിക്കുന്നത്. അപ്പോഴും ചെയ്യുന്നതാണ്. വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ എല്ലാം തെറ്റിപ്പോകും ഇടയ്ക്കൊക്കെ. ഇനി അഥവാ ഒരു റക്അത്ത് അധികമായാലും അറിയാതെ സംഭവിക്കണമെന്ന് അള്ളാഹ്ക്ക്, അത് പിന്നെ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മറക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹ് ചോദ്യം ചെയ്യില്ല. അങ്ങനെ ആയിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹിന്റെ പ്രതിഫലമുള്ളൂ. നമ്മൾ ഇങ്ങനെ നമസ്കാരത്തിന്റെ വിഷയങ്ങൾ കാര്യങ്ങളിലൊക്കെ കഴിയുന്നതും പ്രവാചക മാതൃക അല്ലാത്ത നമ്മളുടെ ഒരു ഇഷ്ടം കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത് ഇബാദത്താകുന്ന വിഷയത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ദീൻ മനസ്സിലാക്കി പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നാഥ. അതാ നിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തുന്നതാ. റബ്ബേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യുന്ന റബ്ബേ. റബ്ബേ, ഞങ്ങൾക്ക് അമലു സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കാനും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകണ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.